കാലം എത്ര കടന്നിരിക്കുന്നു, എത്രയെത്ര അരങ്ങുകളെ ജീവിതമാക്കിയ എത്രയെത്ര ബന്ധങ്ങൾ. ആശാന്റെ ഓർമ്മകളുടെ തിരയിളക്കം ഇവിടെ തുടങ്ങുന്നു. കേരളം ലോകത്തിനു മുന്നിൽ അഭിമാനകരമായി അവതരിപ്പിച്ച കലാരൂപമാണ് കഥകളി. ക്ലാസിക്കൽ കലാരൂപം എന്ന പേരിൽ കഥകളി പ്രശസ്തവുമാണ്. കേരളത്തിലെ പ്രമുഖ കഥകളി കലാകാരന്മാർക്കൊപ്പം അരങ്ങത്തും ജീവിതത്തിലും ആടിത്തകർത്ത പ്രശസ്തനായ ഒരു കഥകളി ആചാര്യനാണ് ശ്രീ തോന്നയ്ക്കൽ പീതാംബരൻ. പേര് കേൾക്കുമ്പോൾ മറ്റേതോ ദേശക്കാരനെന്ന് തോന്നും. പക്ഷേ വർഷങ്ങളായി നമ്മുടെ കൊട്ടിയം ദേശത്ത് പലർക്കും തിരിച്ചറിയാനാകാതെ ഒരാളായി ഈ മഹാനായ കലാകാരൻ തന്റെ കലോപാസനയുമായി ജീവിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആ കലാകാരന്റെ ജീവിതത്തിന്റെ പച്ചയായ മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനകീയ കലകളായ സംഗീതവും ചിത്രമെഴുത്തും ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട്. എന്നാൽ സംഗീതവും ചിത്രമെഴുത്തും എല്ലാം സമീപിച്ചെന്നുള്ള ഈ കഥകളി എന്ന രൂപത്തെ സാധാരണക്കാർക്ക് തീരെ വഴങ്ങുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള ആശാന്റെ അഭിപ്രായം. ഈ ചോദ്യം വളരെ വലുതാണ്. അതിന് ഉത്തരം പറയാൻ പറഞ്ഞാൽ എളുപ്പമല്ല. എന്നാൽ എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇത്രയും സംഗീതമൊന്നും അതൊക്കെ മറ്റു കലകളെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ. അത് മനസ്സിലാവുന്നത് ഈ കഥകൾ മനസ്സിലാവില്ലെന്നാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇത്രയും ലളിതമായി ആവുന്ന ഒരു കല വേറെ ആരുമില്ല, വേറെ ഒന്നുമില്ല. അതിനുള്ള കാര്യം നവരസങ്ങൾ ചേർന്നതാണ് കഥകളി. അത് വേറെ ഒരു കലയിലും നവരസങ്ങൾ ചേരുന്ന കാര്യമില്ല. പിന്നെയും കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഡാൻസിന് മാത്രമേ ഉള്ളൂ. അത് മറ്റ് അഭിനയത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഈ സർവകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവകല എന്ന് പറയുന്നതിന്റെ കാര്യം നവരസങ്ങൾ ചേർന്ന ഒരു കലയാണ് കഥകളി. അത് മറ്റു ഒന്നിലും നവരസങ്ങൾ ചേർന്ന ഒരു കലയില്ല. എന്തെങ്കിലും നാടകം കളിക്കുകയാണെങ്കിൽ അതിനകത്ത് കഥാപാത്രത്തിന്റെ പ്രധാന കഥാപാത്രത്തിന്റെ ഒരു ദുഃഖമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ഹാസ്യം, ലൗകികം, ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകം നിൽക്കുന്നതാണ്. അതേസമയം കഥകളിൽ ഇതെല്ലാം കൂടെ സംഗ്രഹിച്ചാണ് ഞങ്ങൾ കൊണ്ട് രംഗത്ത് കാണിക്കുന്നത്. ശൃംഗാരം, വീരം, കരുണം, അത്ഭുതം, ഹാസ്യം, ബീഭത്സം, ഭയാനകം, ശാന്തം, രൗദ്രം, ഈ പറഞ്ഞ ഇത്രയും രസങ്ങൾ ചേർന്നാണ് കഥകളി പറയുന്നത്. അതായത് സർവ്വകല എന്ന് പറയുന്നത് ഒറ്റ കലയിലെ ലോകത്തുള്ളൂ, അത് കഥകളി തന്നെയാണ്. അത് വളരെ വലിപ്പമുള്ളതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള കഥകളെ സാരാംശം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സാധാരണക്കാരന് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കഥകളി എന്ന ലോക പ്രശസ്തമായ കലാരൂപത്തിനു വേണ്ടി ജീവിതത്തിന്റെ ഏറിയ പങ്കും അർപ്പിച്ച കഥകളി ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ കലാകാരൻ ശ്രീ തോന്നയ്ക്കൽ പീതാംബരൻ 1932 ഡിസംബർ 2 തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ എന്ന സ്ഥലത്ത് ജനിച്ചു. RLV ഫൈൻ ആർട്സ് കോളേജിൽ കഥകളി വിദ്യാഭ്യാസം 8 വർഷം സെക്കൻഡ് ക്ലാസ്സോടുകൂടി കരസ്ഥമാക്കി. നേരത്തെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ കഥകളി കലയെ ഇപ്പോൾ ചുരുങ്ങിയ മണിക്കൂറുകളിൽ ആക്കി ഉൾക്കൊള്ളിച്ച് നിങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ആശാന്റെ അഭിപ്രായം. ചോദ്യം വളരെ വലുതാണ്. ഉത്തരം പറയണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എങ്ങനെയാ ചോദ്യം എങ്ങനെയായിരുന്നു? അത് ദിവസങ്ങളോളം മണിക്കൂറുകളോളം, അതായത് സാധാരണ ക്ഷേത്രങ്ങളിലാണ് ക്ഷേത്രകലയായിട്ട് അംഗീകരിക്കുക. ക്ഷേത്രങ്ങളിലാണ് ഇവിടെയാണ് നടക്കുകയും ചെയ്യുന്നത്. ക്ഷേത്രകല എന്ന് പറയുമ്പോഴത്തേക്ക് ദീപാരാധന കണ്ടു കഴിഞ്ഞാൽ കഥകളിയും തുടങ്ങും. ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് കഥകളി തുടങ്ങും. വെളുപ്പിന് ഒരു 6 മണി, 5:30 മണി, 6 മണി വരെ കഥകളി നടത്തിയത്. അപ്പൊ അതിനകത്ത് വന്നു പോകുന്ന കഥാപാത്രങ്ങളുടെ അഭിനയ രീതികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വലുതായതുകൊണ്ട് ഒത്തിരി പണ്ടത്തെ പോലെ ഉത്സാഹത്തിന്റെ കഥകളി കാണാൻ താല്പര്യമില്ലാത്തവരല്ല. സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് അതായത് ഒറ്റ കഥയായിട്ട് ചുരുക്കാം. കമ്മിറ്റിക്കാരും ലേബർ ചേർന്ന് ഒറ്റ കഥയായിട്ട് ചുരുക്കി
ഇപ്പോഴാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് പഴയപോലെ ഉള്ള ആ ഒരു രീതി ഇല്ലാത്തതിൻ്റെതായ ദോഷവശം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് മനസ്സിലാവും, കഥകളി കലാകാരന്മാർക്ക് മനസ്സിലാവും. മുമ്പ് അങ്ങനെ അല്ലല്ലോ. ഇയാൾക്ക് ഒരു മനസ്സിനകത്ത് വേഷം കെട്ടി വന്നാൽ അതിൻ്റെ ആ ഭാവങ്ങളും എല്ലാം കൃത്യമായി കാണിക്കണമെന്ന് നോക്കി. ഇപ്പൊ അത് നടക്കത്തില്ല. പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം നടന്നു പോകണ്ടേ. ഒരു കഥകളിക്ക് കഴിഞ്ഞ ഉടനെ കഥാപ്രസംഗം അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ക്ഷേത്രത്തിൽ കാണും. അപ്പൊ അവർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം കരുതി കൂട്ടി വേണം ഞങ്ങൾ ഈ കഥകളിക്കാർ നടത്താനുള്ളത്. അതെ, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ കുറവുകളുണ്ട്. സമയച്ചുരുക്കം വന്നപ്പോ കലയുടെ മൂല്യം വളരെ ചുരുങ്ങി. ഒരു കഥയെഴുത്ത് തളയെഴുത്ത് 1-ാം ദിവസം കളിക്കുന്നു, നളൻ നാരദ അംശം വേണ്ടി എന്നൊക്കെ പറയുന്നില്ല. അവർക്ക് അവരുടേതായ കഥാപാത്രത്തിൻ്റെതായ പാത്രത്തിൽ കൂടി ഈ മനുഷ്യന്റെ നിങ്ങളുടെ ആസ്വാദകരുടെ ഹൃദയത്തിൽ എത്തിക്കാനുള്ള അവസരം ഈ കഥ കൂടി സമയം ചുരുക്കിയതുകൊണ്ട് ഞങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ജീവിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കളിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.